നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ക്വാക്ക് ഫാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ പല സുഹൃത്തുക്കളും ചോദിച്ചിട്ടുള്ള പല ചോദ്യങ്ങൾക്കും വേണ്ടി മറുപടിയായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കോഴിയെ വളർത്താനും കോഴികളോട് ഇഷ്ടമുള്ള സുഹൃത്തുക്കളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനൊന്ന് ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കോഴികൾ നാടൻ കോഴികളാണോ എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ചോദ്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ കോഴികൾ നാടൻ കോഴികളല്ല. നമ്മുടെ കോഴി വളർത്തൽ ചരിത്രമെന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഗ്രാമശ്രീ കോഴി കുഞ്ഞുങ്ങളുടെ മുട്ടകൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് കുറച്ച് കുഞ്ഞുങ്ങളെ നമ്മുടെ സ്വന്തം മുട്ട ഉൽപ്പാദനത്തിന് വേണ്ടി നമ്മൾ വളർത്തുകയും ചെയ്തു. പക്ഷേ പോകെ കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ മഴ വന്നപ്പോൾ നമ്മുടെ കോഴികൾ ഒത്തിരി നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിലേക്ക് കീരിയാൽ ഓടിക്കയറി വന്ന ഒരു നേക്കഡ് നെക്ക് കോഴി കുഞ്ഞാണ് പിന്നീട് നമുക്ക് വലിയ മുത്തശ്ശി കോഴിയായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ പഴയ വീഡിയോയിലൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ മുത്തശ്ശി കോഴിയെ പറ്റി. അപ്പോൾ ആ മുത്തശ്ശി കോഴിയുടെ 6ാമത്തെ 7ാമത്തെ ജനറേഷനിലെ കോഴി കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ ഇടയ്ക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടിയിട്ടുള്ള ക്രോയിലർ കോഴികളുടെയും ക്രോസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കോഴികൾക്ക് നാടൻ കോഴികളുടെ പല സ്വഭാവങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് ചകഞ്ഞ് തിന്നുക, അതോടൊപ്പം തന്നെ ഉയർന്ന രോഗപ്രതിരോധ ശേഷി, അതോടൊപ്പം തന്നെ ഇവർ അടയിരിക്കാറുമുണ്ട്, അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിക്കാറുമുണ്ട്. എല്ലാവരും അത് ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ പല കോഴികളും അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ കോഴി കുഞ്ഞുങ്ങളെ അടയിരുത്താത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഈ അടയിരിക്കുന്ന മുട്ടകളെല്ലാം കാക്കയോ കീരിയോ അതോടൊപ്പം തന്നെ പൂച്ചയൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകാറുള്ളത് കൊണ്ടാണ് നമ്മൾ അവരെ അടയിരുത്താതെ ഇൻക്യുബേറ്ററിൽ തന്നെ വെക്കുന്നത്. അതാണ് നമ്മുടെ കോഴികളുടെ ഒരു വിശേഷം. അതോടൊപ്പം തന്നെ മറ്റ് ചില സുഹൃത്തുക്കൾ ചോദിക്കാറുള്ള ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലം എവിടെയാണെന്നുള്ളതാണ്. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലത്ത് കടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത്. മറ്റ് ചില സുഹൃത്തുക്കൾ ചോദിക്കാറുള്ള ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കോഴികളെ കൊടുക്കാറുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ തീർച്ചയായും കോഴി കുഞ്ഞുങ്ങളെ കൊടുക്കുക, അതായത് പൂർണ്ണമായിട്ടും ആരോഗ്യപ്രദമായിട്ടുള്ള കോഴി കുഞ്ഞുങ്ങളെ വീട്ട് ഉപയോഗത്തിന് വേണ്ടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഫാം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം. അതോടൊപ്പം തന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി ആൻറ്റിബയോട്ടിക്സും മറ്റ് മരുന്നുകളും അധികം ഉപയോഗിക്കാത്ത കോഴിയും കോഴി ഇറച്ചിയും കോഴി മുട്ടയും എല്ലാവർക്കും സപ്ലൈ ചെയ്യാൻ പറ്റണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ഫാമിനെ മുന്നോട്ട് നയിക്കുന്നത്. ആ വരുന്ന വഴിയിൽ നമ്മൾ ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോവുകയാണോ തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോട്ട് കൂടി മാത്രമാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഇവറ്റകളെ തുറന്നു വിട്ടപ്പോൾ ആക്രാന്തത്തോടെ വന്ന് മീൻ്റെ തോലൊക്കെ കൊത്തിപ്പറിക്കുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കാര്യം ഇതൊക്കെ തിന്നുമ്പോൾ ഇവർ പെട്ടെന്ന് തൂക്കം വയ്ക്കുകയും അതോടൊപ്പം തന്നെ പെട്ടെന്നൊക്കെ മുട്ടയിടാൻ തുടങ്ങുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടാക്കി കൊത്തിപ്പറിച്ച് തിന്നുമ്പോൾ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഈ കോഴികളെ ഇങ്ങനെ തുറന്നു വിടുന്നതിൻ്റെ ഒരു ഡേഞ്ചർ എന്ന് പറയുന്നത് അതിഭയങ്കരമാണ്. അതായത് കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നഷ്ടമെന്ന് പറയുന്നത് അതിഭീകരമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് തന്നെ സംഭവിച്ചത്. ഇപ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള തീറ്റകൾ ഞാൻ അകത്ത് പോയി എടുത്തുകൊണ്ട് വന്ന് പഴയ പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അകത്ത് എന്താണ് ഉള്ളത് കൊടുക്കാനെന്ന് അകത്ത് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് ഇപ്പം അങ്ങോട്ട് ഓടിപ്പോയ വെള്ളക്കുഞ്ഞിനെ ഒരു കീരി കടിച്ച് പറിച്ചുകൊണ്ട് ഓടുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ നമ്മളൊന്ന് ഞെട്ടിപ്പോയി. അതിൻ്റെ പുറമെ മാക്സിമം ഓടിയിട്ട് ആ കോഴിയെ നമുക്ക് തിരിച്ചു കിട്ടിയെങ്കിലും പക്ഷേ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ കീരികളൊക്കെ പിടിക്കുമ്പോൾ കറക്റ്റ് കഴുത്ത് നോക്കി കാത്തിരുന്നിട്ടാണ് പിടിക്കാറ് കേട്ടോ. അപ്പോൾ ആ പിടിയിൽ നമ്മുടെ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഡീപ്പായിട്ട് ഇഞ്ചുറി ആയതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ജീവനോടെ രക്ഷിക്കാൻ മാക്സിമം ട്രൈ ചെയ്തു. പക്ഷേ ഇഞ്ചുറി ഡീപ്പായിട്ട് രക്ഷപ്പെടില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പായി. അപ്പം നമ്മുടെ ഫാമിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ കീരികളും പട്ടികളുമാണ്. നമ്മുടെ വലിയ കോഴികളെ പിടിക്കാനാണെങ്കിൽ 5-6 പട്ടികൾ ഒന്നിച്ച് വന്ന് വട്ടം കൂടിയിട്ടാണ് അവരെ കൊണ്ടുപോകാറ്. അതോടൊപ്പം തന്നെ ഈ ഒരു അളവിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കീരികൾ പതിയിരുന്ന് പിടിച്ചു കൊണ്ടുപോയി തിന്നാറുണ്ട്. അപ്പോൾ ഇവരെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് വലിയൊരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ഇവരെ പൂർണ്ണമായും കൂട്ടിലിട്ട് വളർത്താമെന്ന് കരുതി കഴിഞ്ഞാൽ ഇവർക്ക് ആ ഒരു ആരോഗ്യം, രോഗപ്രതിരോധ ശേഷിയും അതോടൊപ്പം തന്നെ മുട്ടയിടാനുള്ള കപ്പാസിറ്റിയൊന്നും അധികം വരാറില്ല. പക്ഷേ എന്തായാലും ഇദ്ദേഹം നമ്മളെ വിട്ട് പറഞ്ഞു പോയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മീറ്റ് നമുക്ക് വെറുതെ വേസ്റ്റ് ആക്കണ്ട എന്ന് തോന്നിയത് കൊണ്ടും പെട്ടെന്നൊരു ചിന്തയുണ്ടായി, ഈ കോഴിയെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് നമ്മുടെ മറ്റുള്ള കോഴികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാം. കാരണമെന്ന് പറയുന്നത് നമ്മുടെ കോഴികൾ പൂർണ്ണമായിട്ടും സസ്യഭുക്കല്ല എന്നുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ഇത് കൊടുക്കുന്നത് കൊണ്ട് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ എന്തായാലും ഇദ്ദേഹത്തിനെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് നമ്മുടെ കോഴികൾക്ക് ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. ചില സുഹൃത്തുക്കൾക്ക് ഇത് കാണുമ്പോൾ ഒരു അലവസരം തോന്നാറുണ്ട്. പക്ഷേ ഇപ്പം നമ്മളാണെങ്കിൽ പോലും നമ്മുടെ സമയം കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്കും ആഹാരമാവുകയാണ്. അതായത് പൂച്ചകൾക്കായാലും പ്രാണികൾക്കായാലും നമ്മളും ഇതുപോലെ ആഹാരമാകേണ്ടതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളത് ചിന്തിച്ച് ഇമോഷനായിട്ട് ഇരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ലാത്തത് കൊണ്ട് അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിച്ചു. അതിനു മുൻപേ ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് കിടക്കുന്ന മറ്റുള്ള കോഴികളെ എല്ലാവരെയും കൂടെ നമ്മൾ കൂട്ടി കയറ്റേണ്ടതായിട്ടുണ്ട്. ഈ കീരി ഇത്രയും ശല്യം ഉള്ളതുകൊണ്ട് തന്നെ ആരെ എവിടെ നിന്ന് എപ്പോൾ കൊണ്ടുവന്ന് നമുക്ക് അറിയാൻ പാടില്ല.
അപ്പോൾ എല്ലാ ദിവസവും തുറന്ന് വിട്ടിട്ട് തിരിച്ച് കയറ്റുമ്പോൾ നമ്മൾ ഇതുപോലെ തീറ്റയൊക്കെ കൊണ്ടിട്ട് വിളിച്ച് വരുത്തി അറ്റൻഡൻസ് എണ്ണിയാണ് കയറ്റാറുള്ളത്. ചിലപ്പോഴൊക്കെ നമുക്ക് കണക്ക് തെറ്റി പോകാറുണ്ടെങ്കിലും മാക്സിമം നമ്മൾ എല്ലാ ദിവസവും അറ്റൻഡൻസ് എണ്ണിയാണ് കയറ്റാറുള്ളത്. അതുകൊണ്ട് കൂടിങ്ങനെ ചെറുതായിട്ടൊന്ന് തുറന്ന് വെച്ചിട്ട് അതിലേക്ക് ഓരോരുത്തരെ വിളിച്ച് കയറ്റി എണ്ണി കയറ്റി എല്ലാവരും ഉണ്ടോ ഓക്കെ ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ കൂട്ടിലേക്ക് കയറ്റിയിടാറുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും എല്ലാവരെയും പിടിച്ച് തിരിച്ച് കയറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ മരിച്ചുപോയ കോഴി കുഞ്ഞിനെ എടുത്ത് ക്ലീൻ ചെയ്ത് വെട്ടിക്കണ്ടിച്ച് കുനുകുന അരിഞ്ഞ് നമ്മുടെ കോഴികൾക്ക് ഇട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കേണ്ട മറ്റൊരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്, ഒത്തിരി സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാറുണ്ടോ, എങ്ങനെയാണ് കൊടുക്കുന്നത്, എന്താണ് റേറ്റ് എന്നൊക്കെ. അപ്പോൾ തീർച്ചയായും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാറുണ്ട്, പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ കൊറിയർ ഫെസിലിറ്റി അവൈലബിൾ ആക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു സമയം കൊടുക്കാൻ കിട്ടുന്നതെന്ന് പറയുന്നത് 20-25 കുഞ്ഞുങ്ങളാണ് മാക്സിമം. അപ്പോൾ ഈ ചെറിയ അളവിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ദൂരേക്കൊക്കെ കൊറിയർ അയക്കുകയാണെങ്കിൽ കൊറിയർ ഫെസിലിറ്റിയുടെ ചാർജും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ ചാർജും വരുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്കും അത് അഫോർഡബിളായി തോന്നില്ല. അതോടൊപ്പം തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ലിമിറ്റിൽ മാത്രമേ റേറ്റ് ചാർജ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ തീറ്റയുടെ മറ്റ് എക്സ്പെൻസും എല്ലാം നോക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായി വരും. തീർച്ചയായും എന്തെങ്കിലും ഒരു ദിവസം ഇതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ സുഹൃത്തുക്കളിലേക്കെല്ലാം നല്ല കോഴികളെ എത്തിക്കാനുള്ള കുഞ്ഞുങ്ങളെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നതാണ് ഉറപ്പ്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ തടി കഷ്ണത്തിൽ വെച്ച് ആ കോഴിക്കുഞ്ഞിനെ അരിഞ്ഞ് റെഡിയാക്കി നമ്മുടെ ഈ വലിയ കോഴികൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവരതെല്ലാം വളരെ ഹാപ്പി ആയിട്ട് തന്നെ തിന്ന് എൻജോയ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും നമ്മുടെ കോഴിക്കുഞ്ഞ് മരിച്ചു പോയെങ്കിൽ അത് വേസ്റ്റായി പോയില്ല എന്നുള്ള ഒരു ചെറിയ സമാധാനങ്ങളും ഉണ്ടെന്ന് പറയാം. അതിനെല്ലാം ശേഷം നമ്മൾ കൂട്ടിൽ പോയിട്ട് ഇന്നത്തെ മുട്ടയെല്ലാം കളക്ട് ചെയ്തിട്ട് തൽക്കാലത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കോഴികളെ വളർത്തുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.